ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചൂടി ബോട്ടം പാൻ്റാണ്. ചൂടി ബോട്ടം പാൻ്റ് ആണെങ്കിലും ഞാൻ ഈ 16 ഇഞ്ച് ഇറക്കത്തിൽ ഒരു സമചതുരത്തിലെ തുണി പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെ പിടിപ്പിക്കാതെയുള്ള കട്ടിങ്ങാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ നമ്മൾ മുകളിൽ നിന്ന് ഇച്ചിരി തുണി തികയാതെ വന്നതാണ് ഇവിടെ ഏച്ചു വെക്കണം. മുകളിൽ ഇവിടുന്ന് 16 ഇഞ്ച് താഴെ വന്നിട്ട് ഇവിടെ ഇപ്പം ഞാൻ 13 വണ്ണം എടുത്തെങ്കിൽ ഞാനിവിടെ 16 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കഷ്ണം പിടിപ്പിക്കേണ്ടി വരത്തില്ല, കാരണം ഇവിടെ നല്ല ലൂസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ കഷ്ണം പിടിപ്പിക്കേണ്ടി വരത്തില്ല. ഇനി ഇച്ചിരി കൂടെ വേണമെങ്കിലും ഇച്ചിരി നമുക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ വരണം. ചെരിച്ച് ഇവിടെ വന്നിട്ട് ഈ 16 വന്ന് മുട്ടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇവിടെ ഇച്ചിരി തൊടവണ്ണമൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി ലൂസ് ഇട്ടു. അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ത്രികോണത്തിലാണ്, കോണോട് കോണാണ് തുണി ഇട്ടിരിക്കുന്നത്, അത് ഓർത്തണം. അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ വന്ന് ചെറുതാക്കി ഇവിടെ ഈ 7 ഇഞ്ച് വന്ന് മുട്ടിച്ചു. ഈ കാൽവണ്ണം ഞാൻ 5.5 എടുത്തിട്ടുള്ളൂ. 1.5 ഇഞ്ച് കൂട്ടിയിട്ടു. വേണേൽ ഇച്ചിരി കൂട്ടി അഴിച്ചു വിടാനുള്ള സൗകര്യത്തിനാണ് 1.5 ഇഞ്ച് കൂട്ടിയിട്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ 7 ഇഞ്ചിൽ വന്ന് മുട്ടിച്ചേക്കണം. ഈ ഇവിടുന്ന് മോളിൽ നിന്നും ഈ 10 ഇഞ്ച് വരെ, ഇവിടുത്തെ ഈ 10 ഇഞ്ച് വരെ നമ്മൾ ഈ 7 എടുത്തെങ്കിൽ ഇവിടം വരെ ഈ 7 എടുത്തിരിക്കുന്നത്. പിന്നെ ഈ 7 എന്നാണ് നമ്മൾ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ മൂടിൻ്റെ അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. എത്ര ഇറക്കം നമുക്കുണ്ടോ അതിനേക്കാളും നമ്മൾ 5 or 6 ഇഞ്ച് കൂട്ടിയിട്ടു. തുണിയുടെ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ 5 ഇഞ്ചാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. തുണിയുടെ വലിപ്പം പോലെയാണ് നമ്മളത് കൂട്ടിയെടുക്കേണ്ടത്. ഇനി ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ. നമ്മൾ തുണി ഇടുമ്പോൾ കോണോട് കോൺ തുണി ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തികയാതെ വരും. അവിടെ ഏച്ചു വെക്കുവാണ് വേണ്ടത്. നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ തികയത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏപ്പ് വരും. അത് കുഴപ്പമില്ല. ചൂടി കോട്ടൺ പാൻറ്റേല് നമ്മൾ തയ്ക്കുന്നതിലും ഒക്കെ ചിലപ്പോൾ ഏപ്പ് വരുന്നതാണ്. അങ്ങനെ ഏപ്പ് വന്നോണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ മുകളിൽ ഒരു ശകല ഏപ്പേ വന്നിട്ടുള്ളേ. ഇങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ തയ്ക്കുന്നതുകൊണ്ട് എന്താണെന്നറിയാമോ നമുക്ക് ഗുണം? നമുക്കിവിടെ സമചതുരത്തിലെ തുണിയുണ്ടല്ലോ, അത് പിടിപ്പിക്കേണ്ടി വരത്തില്ല. കാരണം ഇത് നല്ല ലൂസുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് അത് പിടിപ്പിക്കേണ്ടാത്തത്. ബാക്കിയുടെ ഞാൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഈ റെഡിമെയ്ഡ് മേടിക്കുന്ന ലെഗിൻസ് ഉണ്ടല്ലോ, അത് ഒരു ബനിയൻ സൈസാണ്. അതിലൊന്നും ഇങ്ങനെ പിടിപ്പിച്ചിട്ടില്ല. പക്ഷെ കോട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിടിപ്പിച്ചേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ മൂട് കീറിപ്പോവും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ലൂസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇത്രയും ചേർപ്പേ വരുന്നുള്ളൂ. അത് ഞാൻ തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേണ്ട. ഇനി നമുക്കിത് തയ്ച്ചോണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചൂടി ബോട്ടം പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞ് നമ്മളിവിടെ ഇച്ചിരി വണ്ണം കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഇടവണ്ണമൊക്കെ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ താഴ്ഭാഗം നമ്മൾ സാധാരണ ചൂടി ബോട്ടം ഇടുന്നത് പോലെ ഫിറ്റായി കിടക്കുന്ന പോലെ തന്നെയാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു